അങ്ങനെ ഞങ്ങളിന്ന് സിങ്ജാൻജിൻ്റെ അവസാന ദിവസത്തിലേക്കാണ് കിടക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഷാങ്ഹായിലേക്ക് തിരിച്ചു പോവുകയാണ്. പക്ഷേ പോകുന്നതിന് മുമ്പേ ടിയാൻമെൻ എന്ന് പറഞ്ഞൊരു മൗണ്ടെയിനും ഇന്നലെ കാണാൻ പറ്റാത്ത ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, സിങ്ജാൻജി ഗ്ലാസ് ബ്രിഡ്ജ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണേണ്ട കാഴ്ചകളാണ്. അതിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് ഞാൻ. കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റും മറ്റുമെല്ലാം ഉണ്ട് ഇവിടെ. അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പുൾമാൻ എന്ന ഹോട്ടലിനോട് യാത്ര പറഞ്ഞ് ബസ്സിൽ കയറി ഇനി പോവുകയാണ്. ചെറിയ ഫൗണ്ടെയിനുമൊക്കെയുള്ള മുൻവശത്തുള്ള ഒരു ഹോട്ടലാണ് പുൾമാൻ, 4 സ്റ്റാർ ഹോട്ടലാണ്. അങ്ങനെ ബസ്സിൽ കയറി ഞങ്ങളങ്ങനെ മുന്നോട്ട് യാത്ര തുടരുകയാണ്. ആദ്യം പോകുന്നത് ഞങ്ങളുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ്. പിന്നീടാണ് ടിയാൻമെൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു മൗണ്ടെയിൻ, അതായത് ശരിക്കും മറ്റൊരു മൗണ്ടെയിൻ ഏരിയയിലേക്കാണ് പോകുന്നത്. ഇന്നലെ പോയ ഏരിയ അല്ല, ഇത് വേറൊരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ് ഞങ്ങളിപ്പോൾ. എല്ലാവരും ലഗേജ് എല്ലാം ബാഗിൽ കയറ്റി ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് ഗൈഡ് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ ഭംഗിയായി ഒരുക്കി വെച്ചിരിക്കുന്ന ഗാർഡനും മറ്റുമെല്ലാം നമുക്കിങ്ങനെ കാണാം. പോകുമ്പോഴുള്ള ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് ഞാനിങ്ങനെ വിൻഡോ സൈഡിലിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നടക്കുകയാണ്. പോകുമ്പോൾ ചെറിയൊരു സുവനീർ ഷോപ്പുകളും മറ്റുമൊക്കെ കാണുന്നുണ്ട്. തൊപ്പിയും മറ്റും എല്ലാം വിൽക്കുന്ന ചെറിയ സുവനീർ ഷോപ്സാണ്. അതെല്ലാം കടന്ന് ഞങ്ങൾ മുന്നോട്ടേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് എൻട്രൻസ് ഏരിയ. ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളൊരു കവാടം കടന്ന് മുന്നോട്ടേക്ക് നടത്തം തുടരുകയാണ്. ഒരു സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു എസ്കലേറ്റർ വഴി താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു രൂപരേഖ കൊടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. സിങ്ജാൻജി ഗ്രാൻഡ് കാനിയോൺ സീനിക് ഏരിയ എന്നാണ് ശരിക്കും ഇതിനെ പറയുന്നത്. ഞാൻ ഷൂട്ടെല്ലാം ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നും എടുത്ത പല ഫോട്ടോസും പാരാഗ്ലൈഡിങ്ങും അതിൻ്റെ എല്ലാത്തിൻ്റെയും പിക്ചേഴ്സ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ അത് നമ്മുടെ ഈ ടൂറിൻ്റെ ഭാഗമല്ല. ഇവിടെ 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് ബങ്കി എൻട്രൻസും ഉണ്ട്, ഒന്ന് സാധാരണ ഉള്ളൊരു എൻട്രൻസും ഉണ്ട്. ബങ്കി എൻട്രൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബങ്കി ജമ്പിങ്ങിന് വേണ്ടിയുള്ള ആൾക്കാരാണ് അതുവഴി പോകുന്നത്. നമ്മളിൽ ആരും അതൊന്നും ചൂസ് ചെയ്തില്ല. ഇതാണ് നമ്മുടെ ആ വിശ്വവിഖ്യാതമായ ഗ്ലാസ് ബ്രിഡ്ജ്. ശരിക്കും ഒരൊറ്റ ബ്രിഡ്ജ് കുറേ എന്താ പറയുക
വടങ്ങൾ കൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ നടുവിലൂടെ ആൾക്കാർ വളരെ രസകരമായി നടക്കുന്നു. താഴേക്ക് ഒരു വലിയ ഗർത്തമാണ്. ഗ്ലാസ്സിലൂടെ ശരിക്കും അത് താഴെ കാണാൻ പറ്റും. ഇവിടെ ചെറിയ ടീം ട്രിപ്പ് ടു ചൈന എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. എവിടെന്നെങ്കിലും വന്ന ടീമായിരിക്കാം. ജപ്പാനോ കൊറിയയോ അല്ലെങ്കിൽ തായ്ലൻഡോ അവിടുന്ന് വന്നൊരു ടീമായിരിക്കാം, അല്ലെങ്കിൽ ചൈനയുടെ തന്നെ വേറെ ഭാഗത്തു നിന്ന് വന്ന ടീമായിരിക്കാം. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ താഴേക്ക് കാണുമ്പോൾ ഉള്ളൊരു കാഴ്ച. ഈ ഗർത്തം ചിലപ്പോൾ അത്രയ്ക്ക് വ്യക്തമാവില്ല, പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല താഴ്ചയാണ് താഴേക്ക്. എല്ലാവരും അവിടെ ഇരുന്നു കൊണ്ടൊക്കെ ഫോട്ടോ എടുക്കുന്നു. ഇതെല്ലാമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോഴുള്ള പുറം കാഴ്ചകൾ. ആകാശം ചെറുതായി മങ്ങി വരുന്നുണ്ട്. മഴയ്ക്കുള്ളൊരു സാധ്യത കാണുന്നു. ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ രണ്ടൊരു വലിയ സ്തൂപത്തിലേക്കാണ് അത് കെട്ടിയിരിക്കുന്നത്. ഇവിടെ ഇതേപോലെ ഇന്നലെ നമ്മൾ പോയതുപോലത്തെ ഒരു ലിഫ്റ്റിൻ്റെ ഇത് കാണാം. പല സ്ഥലങ്ങളുമുണ്ട് ഇങ്ങനെ പോകുന്ന. അവിടെ പോയിട്ട് പലരും താഴേക്ക് പോയിട്ടൊക്കെ വേറെ പല ആക്ടിവിറ്റീസിലേക്ക് പോകുന്നവരുണ്ട്. നല്ല തെളിഞ്ഞ ജലം, ചെറിയ ഹൗസ് ബോട്ട് പോലെയൊക്കെ അവിടെ അങ്ങനെ കാണാം. ആളുകൾ ചിലരൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നു. ഞങ്ങൾക്ക് ഇവിടെ അധികം സമയമില്ല, കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ടിയാൻമെൻ മൗണ്ടെയിനിലേക്കും അതിനുശേഷം ഷാങ്ഹായിലേക്ക് തിരിച്ച് പോവുകയും വേണം. നല്ല സീനിക് ബ്യൂട്ടി ആയുള്ളൊരു സ്ഥലമാണ് ശരിക്കും ഇത്. ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ. വെള്ളം ഇങ്ങനെ ചാടി ആ നദിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ചിലരിവിടെ പാരാഗ്ലൈഡിംഗ് എന്ന് പറയുന്ന സാഹസികമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരാൾ താഴേക്ക് വരുമ്പോൾ മറ്റേയാൾ മുകളിലേക്ക് പോകുന്നു. ഇങ്ങനത്തെ വിനോദമായ സാഹസികമായ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇതിൻ്റെ തൊട്ട് താഴെയാണ് ബങ്കി ജമ്പിങ്ങിൻ്റെ സ്ഥലം. ആൾക്കാർ പലരും കടന്നും ഇരുന്നും എല്ലാം ആ ഗ്ലാസിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുക, കൂടുതൽ ലൈക്ക് മേടിക്കുക എന്നാണല്ലോ. ചൈനയിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇല്ല, എങ്കിലും അവർക്ക് അവരുടേതായ പലതും ഉണ്ട്. ഇതാണ് ബങ്കി ജമ്പിങ്ങിൻ്റെ ഒരു സ്ഥലം. അതാരോ ചാടാൻ വേണ്ടി കാത്തു നിൽക്കുകയും എന്തോ ഉണ്ട് അവിടെ. ആൾക്കാർ പലരും അതിൻ്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ അറ്റം വരെ ഒന്ന് നടന്നു. നടക്കുമ്പോൾ ഇങ്ങനെ ഈ കാഴ്ചകൾ വളരെ രസകരമാണ്. വളരെ വലിയൊരു ശരിക്കും ഒരു സൃഷ്ടിയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ആളുകൾക്ക് കുറച്ചൊരു സാഹസികത്വവും ഒരു എക്സ്പീരിയൻസും എല്ലാം കൊടുക്കുന്ന പ്രത്യേകതരം ഒരു നിർമ്മിതി. ഇതിൻ്റെ അങ്ങേക്കര എത്തുമ്പോൾ അവിടെ കുറേ സുവനീർ ഷോപ്പുകളും മറ്റുമൊക്കെയാണ് ഉള്ളത്. ചെറിയൊരു ഫൗണ്ടെയിൻ പോലെ കാണാം, പക്ഷെ അതിപ്പോൾ എന്തോ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ ഫോട്ടോയും ഷൂട്ടിങ്ങും എല്ലാം ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. ചിലർക്കൊക്കെ ഗ്ലാസിൻ്റെ മുകളിൽ കൂടെ നടക്കാനൊരു പേടിയുണ്ട്, സൈഡിലൂടെ നടക്കുകയാണ്. ചിലർ അതൊന്നും വകവയ്ക്കാതെ ഗ്ലാസിൻ്റെ മുകളിലൂടെ നടക്കുന്നു. ഇവിടെ വീണ്ടും ചിലർ ബങ്കി ജമ്പിങ്ങിന് വേണ്ടിയുള്ള ആൾക്കാർ നിൽക്കുന്നുണ്ടോ, അത് ചാടുന്നതൊന്ന് കാണാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. പക്ഷേ ഇവരിൽ ആരും ബങ്കി ജമ്പിങ്ങിന് പോകുന്നത് കാണുന്നില്ല. അങ്ങനെ ഞാൻ അവിടേക്ക് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അവിടേക്ക് തന്നെ തിരിച്ചെത്തി. അങ്ങനെ എക്സിറ്റ് വഴി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളിനി ബസ്സിൽ കയറി ഇനി അടുത്ത യാത്ര എന്ന് പറയുന്നത്
നമ്മുടെ മൗണ്ടെയിൻ യാത്രയാണ്. അതും വളരെ സാഹസികമായൊരു കാര്യം തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴയുണ്ട്, ചിലരൊക്കെ കോട്ടിടുന്നു, തൊപ്പിയിട്ട് നടക്കുന്നു. എൻ്റെ പ്രശ്നം ഇത് രണ്ടുമല്ല. ചിത്രീകരിക്കുന്നതിനിടയിൽ മഴത്തുള്ളികൾ ഇങ്ങനെ ലെൻസിലേക്ക് വീഴുന്നു. കുറേ മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ തുടയ്ക്കുന്നു, വീണ്ടും മുന്നോട്ടേക്ക് എടുക്കുന്നു. ഒരു കണ്ടിന്യൂറ്റി അപ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നൊരു പ്രശ്നമാണ്. പിന്നെ പൊതുവെ തെളിച്ചവും കുറയുമല്ലോ. എങ്കിലും കഴിയുന്നതും നല്ല രീതിയിൽ ഞാൻ ക്യാമറയിൽ പകർത്തുന്നു. ബസ്സിൽ കയറിയാലുള്ള പ്രശ്നവും ഇതാണ്. മഴത്തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും, ഫോക്കസ് മാറും. വളരെ രസകരമായൊരു സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. പച്ചപ്പും പുഴയും ഇതെല്ലാം കൂടി ഒത്തുചേരുന്നൊരു മനോഹരമായ സ്ഥലം. സിങ്ജാഞ്ചി എന്തുകൊണ്ടും ഒരു ഗ്രാമീണ പ്രദേശമെന്നോ അല്ലെങ്കിൽ മലകളാൽ പുഴകളാൽ ചുറ്റപ്പെട്ട ഒരു കേരളം പോലെയൊരു സ്ഥലമെന്നോ വേണമെങ്കിൽ നമുക്ക് പറയാം. മഴയുടെ ശക്തി കുറേശ്ശെ കൂടി. അങ്ങനെ ഞങ്ങൾ ആ മൗണ്ടെയിൻ, അതായത് ടീൻമെൻ എന്ന മൗണ്ടെയിനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ പോകുന്ന ടീൻമെൻ മൗണ്ടെയിൻ്റെ താഴെയുള്ള സ്റ്റേഷൻ. ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങി വീണ്ടും നടത്തം തുടർന്നു. ഞങ്ങളിപ്പോൾ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുന്നത്. ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത യാത്ര തുടരുന്നത്. ചൈനീസ് ലഞ്ചാണ്. അത്യാവശ്യം നല്ല എല്ലാ സാധനങ്ങളും, അതായത് അവരുടെ തനതായുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ബിയർ വേണ്ടവർക്ക് ബിയർ കുടിക്കാം, ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ് കുടിക്കാം. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഇവർ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, കിച്ചൺ. ഭക്ഷണശേഷം വീണ്ടും ഞങ്ങൾ ബസ്സിലേക്ക് കയറുകയാണ്. ഇവിടെ ചിലരൊക്കെ ഗായകരാണ്. അവർ പാട്ട് പാടുന്നു, വളരെ മനോഹരമായിട്ട് തന്നെ പാട്ട് പാടുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒരു സ്ഥലത്തെത്തി ബസ്സിൽ നിന്നിറങ്ങി മുന്നോട്ടേക്ക് യാത്ര തുടരുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത്, എവിടെ ചെന്നാലും ഉണ്ടാകുമല്ലോ നമ്മൾ ഗൈഡ് അവരുടേതായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണത്. ഒരു സിൽക്കിൻ്റെ സ്ഥലമാണ്. ചൈനീസ് സിൽക്ക് എവിടെ നിന്ന് വന്നു, ചൈനീസ് സിൽക്കിൻ്റെ ഗുണമേന്മ, ഇതെല്ലാമാണ് പറയുന്നത്. നമ്മൾ ഒരു ചെറിയ ക്ലാസ്സും തന്നു, എങ്ങനെയാണ് സിൽക്ക് ഉണ്ടാകുന്നത്, എത്രത്തോളം അതിന് സോഫ്റ്റ്നെസ് ഉണ്ട്, എത്രത്തോളം അതിന് ശക്തിയുണ്ട്, എത്രത്തോളം കട്ടിയുണ്ട്, നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. ചിലരൊക്കെ വാങ്ങിച്ചു, ചിലർ വാങ്ങിച്ചില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ സിൽക്കിനെ കൊണ്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സിൽക്കിനെ കുറിച്ച്, സിൽക്ക് പ്രൊഡക്ട്സിനെ കുറിച്ച്. ഡിസ്പ്ലേസ് ഇങ്ങനെ കൊടുക്കുന്നു, എല്ലാവരും അതിലെല്ലാം തൊട്ട് നോക്കുന്നു. അതിനുശേഷം ഷോപ്പിംഗ് നടത്തേണ്ടവർക്ക് ഷോപ്പിംഗ് നടത്താം. പല ടൈപ്പ് ഷൂവും മറ്റും എല്ലാം ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നടത്തം തുടരുമ്പോൾ വീണ്ടും നല്ല മഴയാണ്. ചിലരൊക്കെ ജാക്കറ്റ് വാങ്ങിച്ചു. ഞാൻ ഓൾറെഡി ഒരു ജാക്കറ്റും ഒരു തൊപ്പിയൊക്കെ ഇട്ട് വെക്കുന്നതിനെ കൊണ്ട് ഞാൻ വേറെ ജാക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ജാക്കറ്റൊക്കെ അണിഞ്ഞ്
ഒരു ദീർഘയാത്രയ്ക്ക് അല്ലെങ്കിൽ നടത്തത്തിന് വേണ്ടി നടക്കുകയാണ്. ഞങ്ങളങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഇവിടെ മൗണ്ടൻ യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ. കേബിൾ കാർ വഴിയാണ് ഞങ്ങൾ ടേബിൾ ടോപ്പിലേക്ക് എത്തുന്നത്. പുറത്തേക്കുള്ള ചിത്രീകരണം വളരെ ദുഷ്കരമാണ്. ക്യാമറ എങ്ങനെ നോക്കിയിട്ടും മഴത്തുള്ളിയിലേക്കാണ് ഫോക്കസിങ് പോകുന്നത്. താഴത്ത് മുഴുവൻ ഓരോരോ സെറ്റിൽമെൻറ്റ്സും കാര്യങ്ങളുമാണ് കാണാനുള്ളത്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഇത് കാണാം. മഴയായാൽ പിന്നെ നമുക്ക് ചിത്രീകരണം വളരെ ദുഷ്കരമാണല്ലോ. ഇവിടെ റോഡ് വഴി വരുന്ന പാതകളും മറ്റുമെല്ലാം കാണാൻ പറ്റും. അത്യാവശ്യം കുറച്ച് ദൂരമുള്ളൊരു റോപ്പ് വേ ആണിത്. ഗൊണ്ടോളയിലുള്ളൊരു യാത്രയാണ്. ഞങ്ങളങ്ങനെ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടീൻമാൻ മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വേറൊരു വഴിയിലൂടെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇനിയൊരു നീണ്ട നടത്തമാണ് ഉണ്ടാവുന്നത്. വളരെ രസകരമായ സ്ഥലമാണ്. പക്ഷെ മഴയുള്ളതിനെ കൊണ്ട് എൻ്റെ ചിത്രീകരണം മര്യാദയ്ക്ക് നടക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. മുന്നിൽ പോകുന്നവരെല്ലാവരും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റെയിൻകോട്ട് പോലെ ഉള്ളൊരു സംഭവം വാങ്ങിച്ച് അതിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നെത്തുമ്പോൾ ഇവിടെയുള്ളൊരു കാഴ്ച ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മലയുടെ സൈഡിൽ കൂടെയുള്ള നടത്തമാണ്. മല ചെത്തിയുണ്ടാക്കി നടക്കാൻ വേണ്ടി മാത്രം ചെത്തിയുണ്ടാക്കിയൊരു ഏരിയ. അവിടെ ഗ്ലാസ് ബ്രിഡ്ജും. എന്താ പ്രശ്നം വെച്ചാൽ മഴ കാരണം നല്ല സ്ലിപ്പാവുന്നുണ്ട് ഇവിടെ. പലരോടും വളരെ സൂക്ഷിച്ച് നടക്കാനാണ് പറയുന്നത്. ഞാനും വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നത്. അവിടുന്ന് നോക്കുമ്പോൾ താഴേക്ക് കാണുന്നത് ഇതുപോലത്തെ ഒരു കാഴ്ചയാണ്. ഭയങ്കര ഗർത്തമാണ്. അത്രയും വലിയൊരു ഏരിയയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മൂടൽമഞ്ഞ് കൊണ്ട് പൊതിയുന്ന പല സ്ഥലങ്ങളും. കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ നടന്ന് ഞങ്ങളിവിടെ വേറൊരു സ്ഥലത്തിലേക്ക്, അതായത് ഇതിനെ കണക്റ്റിംഗ് വേറൊരു സ്ഥലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളും ഇങ്ങനെ മലകളും മറ്റേതൊക്കെയാണ്. ആ താഴെ വരെയുള്ള സ്ഥലത്തേക്കാണ് ഇനി ഞങ്ങൾക്ക് എത്തേണ്ടത്. ഞങ്ങളങ്ങനെ നടന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു വാക്കിംഗ് ടൂർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ കൂടെ എല്ലാവരും നടന്ന് ഏകദേശം ക്ഷീണിക്കാറായി എന്നൊരു മട്ടത്തിലേക്ക് വരെ എത്തി. ഇനിയുള്ളത് ഞങ്ങൾക്ക് ദീർഘമായ എസ്കലേറ്ററാണ്. ഒരു എസ്കലേറ്ററല്ല, 2 എസ്കലേറ്ററല്ല, 3 എണ്ണമല്ല,
27-28 എസ്കലേറ്ററുകൾ, അതും നീണ്ട എസ്കലേറ്ററുകളാണ് ഞങ്ങൾക്ക് ഇറങ്ങി പോകാനുള്ളത്. ശരിക്കും മലയിറങ്ങി താഴേക്ക് നടന്നു പോകുന്നതിന് പകരം ഞങ്ങൾ ചൂസ് ചെയ്താണ് എസ്കലേറ്റർ വഴി താഴേക്ക് പോകാമെന്ന്. അതും അത്യാവശ്യം നല്ല നീളമുള്ള എസ്കലേറ്റേഴ്സുമാണ്. നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എസ്കലേറ്റേഴ്സ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് എത്തി ഞങ്ങൾ നടത്താൻ തുടരുന്നു. നല്ല ഭംഗിയായി തന്നെ ഇപ്പോഴും ഇതെല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് പ്രകൃതിയുടെ ഒരു ഭംഗിയാണിത്. അതിനെ നശിപ്പിക്കാതെ മനുഷ്യൻ്റെ കലാമൂല്യം മുന്നോട്ടേക്ക് വെച്ച് അതിനെ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ളതിൻ്റെ ഒരു രീതിയാണിത്. ചെറിയൊരു അഡ്വഞ്ചറസ് ആയുള്ളൊരു യാത്രയും നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം, ഇത് രണ്ടും കൂടി ഒന്നു ചേരുമ്പോഴാണല്ലോ ഒരു ഏറ്റവും വലിയ ടൂറിസം അവിടെ ഉണ്ടാകുന്നത്. എത്രയോ കാലങ്ങളാൽ രൂപപ്പെട്ട സ്ഥലങ്ങളും മറ്റുമാണ് ഇവിടെ. അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. ഇതാണ് ഇവിടുത്തെ ഹെവൻസ് വേ എന്ന് പറയുന്നൊരു സ്ഥലം. ശരിക്കും താഴെ നിന്നാണ് ഇതിൻ്റെ ഒരു പിക്ചർ ശരിക്കും കിട്ടേണ്ടത്. ഞങ്ങളിപ്പോൾ മുകളിലാണ് നിൽക്കുന്നത്. പലരും ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നു. താഴെ നിന്ന് നോക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ളൊരു വാതിലെന്ന പോലെ ഇങ്ങനെ നമുക്കത് കാണാൻ കഴിയും. ഇവിടെ ഇങ്ങനെ പല രൂപങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ മുന്നിൽ നിന്നൊക്കെ പലരും ഫോട്ടോ എടുക്കുന്നു. നല്ല കാറ്റാണ് അടിക്കുന്നത്, കൂടെ മഴയും. അങ്ങനെ അതെല്ലാം ചിത്രീകരിച്ച് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് യാത്ര തുടർന്നു. എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഇങ്ങനെ കുറേശ്ശെ തീർന്നുകൊണ്ടിരിക്കുന്നു. അവസാനത്തിലേക്ക് എത്താനാവുന്നു. എനിക്ക് ആ ഒരു ടെൻഷനും ഉണ്ട്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ എസ്കലേറ്റർ ഇറങ്ങാനാണ് ഞങ്ങൾ പോകുന്നത്. വളരെ ഭംഗി ഒരുക്കി വെച്ചിരിക്കുന്ന ഏരിയയാണ് എസ്കലേറ്റേഴ്സിൻ്റെ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ശ്രമത്തിലാണ്. ഞങ്ങളിതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് അല്ലെങ്കിൽ മെയിൻ ഏരിയയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ വലിയൊരു ഡ്രാഗൻ്റെ രൂപം, ചിറകൊക്കെ ഉള്ളൊരു ഡ്രാഗൻ്റെ, അതായത് സിംഹത്തിൻ്റെ രൂപമുള്ളൊരു ഡ്രാഗൻ്റെ രൂപം ഇവിടെ കാണാം. ആളുകൾ ഇവിടെ എല്ലാം ഒത്തുകൂടി നിൽക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ച, സ്വർഗവാതിൽ പോലെയൊരു വാതിൽ. ഇവിടേക്ക് ഇങ്ങനെ ആളുകൾ കയറിപ്പോകുന്നൊരു സ്ഥലമുണ്ട്. ആൾക്കാർക്ക് ഇങ്ങനെ കയറി വേണമെങ്കിൽ ഇങ്ങനെ നടന്നു പോകാം. ഞങ്ങളതിന് പകരം താഴേക്ക് വരാൻ വേണ്ടി ഉപയോഗിച്ചത് എസ്കലേറ്റേഴ്സാണ്. ഓരോരുത്തരും ഇറങ്ങി വരുന്നത് നമുക്കിങ്ങനെ കാണാം. അങ്ങനെ അതിൻ്റെ ചിത്രീകരണം എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ ചെറിയ കാപ്പിയെല്ലാം കുടിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്കായി മാറുന്നു. ചെറിയ സുവനീർ ഷോപ്പുകളും ഇങ്ങനെ കോഫി ഷോപ്സ് എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടത്താൻ തുടർന്നു. കുറേ ദൂരം ഇനിയും നടക്കാനുണ്ട്. എന്നിട്ടൊരു കേബിൾ കാർ കയറിയിട്ടാണ് ഞങ്ങൾ താഴേക്കുള്ള യാത്ര. ഇതാണ് ഞങ്ങളുടെ കേബിൾ കാർ. ഇങ്ങനെ ഓരോരുത്തരും ഓടി കയറി ഇങ്ങനെ പോകുന്നു. ഇത് 6 പേര് ഇരിക്കാനല്ല, കുറേ പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു കേബിൾ കാറാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എയർപോർട്ടിലാണ്. നമ്മുടെ ഷിൻജാൻജി എയർപോർട്ട്. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. രാത്രിത്തെ ഡിന്നർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഷാങ്ഹായിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ താഴേക്ക്, അതായത് ഷാങ്ഹായിലെത്തി. എയർപോർട്ടിൽ നിന്നും പുറത്തേക്കാണ് ഇനി ഞങ്ങൾ നടക്കുന്നത്. ബസ്സിൽ കയറി എയർപോർട്ടിൽ നിന്ന് ലഗേജ് എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ലഗേജ് വരുന്നത് നമുക്കിതിലൂടെ സ്ക്രീനിലൂടെ കാണാം. അപ്പോൾ അവർ വല്ലവരും ഡാമേജ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ കാണാൻ പറ്റും.
എല്ലാവരും ലഗേജൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ആദ്യം താമസിച്ച പുൾമാൻ ഹോട്ടലിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ ഇന്ന് രാത്രി താമസിച്ച് നാളെ ഷാങ്കായിനോട് വിട പറഞ്ഞ് എല്ലാവരും അവരവരെ വീടുകളിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്.